പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്വീകരിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. യൂദാസ് കറിയാത്തയല്ല അവനോട് പറഞ്ഞു, കർത്താവേ, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയില്ല എന്ന് പറയുന്നത് എന്താണ്? യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ വചനങ്ങൾ പാലിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ പിതാവായ ദൈവത്തെയും സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തെയും സ്നേഹിക്കുന്നു. പിതാവായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവത്തെ അയക്കുമെന്നുള്ള ഉറപ്പ് കൂടി യേശു പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ത്രിത്വൈക ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാം. അങ്ങനെ നിറയെ ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടിയെടുക്കുകയും ചെയ്യാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.